അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോലുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പയ്യൻ എന്നോട് പറയാം, ഡോക്ടറെ ഇത് നിങ്ങൾ പഠിച്ച കാലല്ലപ്പോൾ, ഇപ്പൊ പെൺകുട്ടികൾ മടിയിൽ വന്നായിരിക്കും. നമ്മൾ ചായ അടിച്ചാനൊക്കെ പോയാൽ മടിയിൽ വന്നായിരിക്കുകയാണ്, അത് ചോദിക്കൊന്നുമില്ല, ആണ് വന്ന് ഇരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ താടി വെച്ച് നിൽക്കണം തരോ, താടിയില്ലോരെ മടിയിൽ ഇരിക്കൂല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ദിവസം ഉമ്മ പറയാം, ഓപ്പറേഷൻ ചെയ്ത മോന് ഓപ്പറേഷൻ ചെയ്ത് നിൽക്കണം മകൻ, കാലിന്റെ ലിഗമെന്റ് സർജറി കഴിഞ്ഞ്. അപ്പോൾ ഓന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഓനെ കാണാമെന്ന് നിൽക്കണം. എന്നിട്ട് അമ്മ എന്നോട് പറയാണ്, എങ്ങനെ ഡോക്ടറെ ഓന്റെ മടിയിൽ ഇരുന്നില്ല എന്നുള്ളൂ ഓന്റെ ക്ലാസ്സിലെ കുട്ടികൾ. കടക്കിലെ പോന്റെ അടുത്ത് വന്ന് കുത്തിരിക്ക കടക്കൊക്കെ ചെയ്യാതെ അത്രയും മിംഗ്ലിംഗ് ആണ്. നമ്മളെ കുട്ടികളോട് പറഞ്ഞു നോക്കി, എന്താ ഇപ്പൊ തൊട്ട എന്താന്നാ ചോദിക്കുക. നമ്മള് അങ്ങനെ ചിന്തയൊന്നുമില്ലാതെ നമ്മൾ തൊട്ടാ എന്താ പ്രശ്നം സഹോദരങ്ങളെ തോന്നുകയാണ്. അങ്ങനെ തൊട്ടാ ഒരു പ്രശ്നമില്ല തോന്നുകയാണ്. അതൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുത് എന്ന് പറഞ്ഞോ. ഈ തലച്ചോറും ഈ ഹോർമോണുകളൊക്കെ സംവിധാനിച്ചത് പടച്ചോനാണോ? അത് തോന്നുകയാണ്. എന്നെ ഭയങ്കര കെയറിംഗ് ആണെന്ന് പറയാം. അങ്ങനത്തെ ഒരു 6 മാസമായിട്ട് ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണ് ആ ചെക്കനായിട്ട്. അങ്ങനത്തെ ഒരു നോട്ടം പോലും ഇതേവരെ എന്നെ നോക്കിയിട്ടില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അത് നോക്കൂല, നോക്കിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് പണിയെടുക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ചാൻസ് കിട്ടുമ്പോ മുതലാക്കും. ആ മുതലാക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ചു കാലം നല്ല ആളായി നടക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഇതിന് ചാൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ 99% ഞാൻ പറയാം, എന്റെ അഭിപ്രായത്തില് എല്ലാ ആണുങ്ങളും ഇത് കിട്ടുമോ നോക്കിയിട്ട് തന്നെ നടക്കണേ. വെറുതെ ഒന്നല്ല ആരും കൊണ്ടുനടക്കണേ പെൺകുട്ടികളെ, ജ്യൂസും വണ്ടിയുമായി കൊണ്ട് ബൈക്കിന്റെ ബാക്കിൽ കൊണ്ടുനടക്കണേ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ പാവപ്പെട്ട പെൺകുട്ടിയൊക്കില്ല. പെടുമ്പോഴും കുടുങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരു അന്യ സ്ത്രീന്റെ ദേഹത്ത് കൈവെക്കരുത്, സ്പർശിക്കരുത്, തൊലി തമ്മിൽ ചേരരുത്, തൊടരുത് എന്ന് പറഞ്ഞത്, ഒറ്റക്കാകരുത് എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒറ്റക്കാകരുത്. പിശാച് മൂന്നാമനാണെന്നാ. ഈ ബന്ധങ്ങളിലും റിലേഷൻഷിപ്പിലൊക്കെ കുടുങ്ങിയ ആൾക്കാരോട് ചോദിച്ചു നോക്കി, അതിന്റെ ഒക്കെ തുടക്കതാണ്. ആകാശം പൊളിഞ്ഞാടുമെന്നാ ചോദിക്കുക കുട്ടികള്. പക്ഷെ ആകാശം ഒന്നും പൊളിഞ്ഞാടൂല. പക്ഷെ ആകാശം പൊളിഞ്ഞാടുന്ന ദിവസം വരും. അന്ന് ഇതൊക്കെ തീരുമാനിക്കപ്പെടും. അന്ന് വിചാരണ ഉണ്ട്. ആരൊക്കെ തൊട്ടത്, ആരൊക്കെ തലോടിയത്, ആരൊക്കെ മറവിലെന്തൊക്കെ ചെയ്തത് എന്ന് അല്ലാഹു വെളിക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം വരാണ്ട്. ആ ദിവസത്തിന് തയ്യാറെടുക്കലാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വല്ലാത്തൊരു അതിന്റെ അടി കൊണ്ട് പടച്ചോൻ കിട്ടിയത് വാക്കണത്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ബാപ്പ ഇബ്രാഹിമിന്റെ മാർഗം, ഇബ്രാഹിമിന്റെ മില്ലത്താണ് നിങ്ങൾ എന്നാണ് പറഞ്ഞത്. ആരാണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ഈ പറഞ്ഞ അല്ലാഹുവിന്റെ ആദർശത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവന്റെ വ്യക്തി ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ള, ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആരതാ? മാതാപിതാക്കളോടായിരിക്കും. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനാണോ അയാൾക്ക് ഏറ്റവും സ്നേഹമുള്ളത് സ്വന്തം മാപ്പാനിമാനിയായിരിക്കും. അത് കഴിഞ്ഞ ഭാര്യയും കുട്ടികളായിരിക്കും. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഏതൊരു മനുഷ്യന്റെയും ഇമ്പോർട്ടൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കുട്ടിക്ക് അസുഖമാണ്, ക്യാൻസറാണ്, മജ്ജ മാറ്റി വെക്കണം, പെരയും കൂടി വിറ്റിട്ടാണെങ്കിലും മാറ്റും, വാടക പെരയ്ക്ക് മാറിയിട്ടാണെങ്കിലും അത് ചെയ്യും. കാരണം അത് മക്കളോടുള്ള സ്നേഹമാണ്, ഭാര്യയോടുള്ള സ്നേഹമാണ്, മാതാപിതാക്കളോടുള്ള സ്നേഹമാണ്. എത്ര വില കൂടിയ സ്ഥലം റോഡ് സൈഡിൽ ഉണ്ടെങ്കിലും അത് കിട്ടിയ വിലക്ക് വിറ്റിട്ട് തൽക്കാലം തന്റെ കുട്ടിയെ, തന്റെ മാതാവിന്റെ, തന്റെ ഭാര്യയോട് ചികിത്സിച്ച് മാറ്റാൻ പറ്റിയ അസുഖം ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റും. അതാ സ്നേഹമാണ്, ആ ബന്ധമാണ്. നോക്കി, ഈ ബന്ധത്തിലൊക്കെ പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലെ, പിതാവ് വിഗ്രഹാരാധകനായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോഴും എന്റെ പൊന്നു പിതാവ് എന്നാണ്. ആ സംസാരത്തിന് പോലും ഒരു എന്തൊരു ആദരവിന്റെ കുറവ് നമുക്ക് കാണാൻ പറ്റില്ല. എന്റെ പൊന്നുപ്പ എന്നാണ് അപ്പോൾ പോലും വിളിച്ചത്. യാ അബത്തി. എന്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ പിതാവിനെ വിളിക്കുന്നത്, അഭിസംബോധന ചെയ്ത്. എന്നിട്ടോ അതിൽ അദ്ദേഹം പരീക്ഷിക്കപ്പെടുന്നു. സ്വന്തം ബാപ്പ പുറത്താക്കാണ്, എറിഞ്ഞു കൊല്ലുന്നു പറയാണ്. ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര കാലം നമ്മുടെ സ്ഥലത്ത് ഒരു 10, 20, 30, 40 കൊല്ലം ഒരു സ്ഥലത്ത് ജീവിച്ചിട്ട് ഇപ്പൊ പല ആളുകളും മകനൊക്കെ ജോലി സ്ഥലത്ത് വീട് വെച്ചാൽ ഒരു വാപ്പിയും പോകൂല അങ്ങോട്ട്. എന്താ പറയാ, ഞങ്ങൾ ഇത്ര കാലം ഇവിടെ ജീവിച്ചാൽ ഞങ്ങൾ ഞങ്ങോട്ട് വരുന്നില്ല, ഇവിടെ കടന്ന് മരിച്ചാന്നാ പറയാ. അതൊരു നാടിനോടുള്ള സ്നേഹമാണ്. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം വിട്ടു പോകാൻ ആരും തയ്യാറാവില്ല.
അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് പുറത്താക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞതിന് വേണ്ടി. ഈ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾ ആരാധിക്കരുത്, ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക, തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുക, അല്ലേ? വാർദ്ധക്യത്തിൽ കുട്ടികളില്ല, വാർദ്ധക്യത്തിൽ പ്രാർത്ഥിച്ച് നേടിയ ഒരു സന്താനം, ആ സന്താനത്തെയും ഭാര്യയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിക്കണമെന്ന് പറയാ, അല്ലേ? മാതാപിതാക്കളുടെ വിഷയത്തിൽ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു, കുട്ടികളില്ലാതെ പരീക്ഷിക്കപ്പെട്ടു, പ്രാർത്ഥിച്ചൊരു കുട്ടിനെ കിട്ടി. എന്നിട്ട് അവസാനം കുട്ടിനെ കിട്ടിയപ്പോഴോ കുട്ടിനെ ഇമ്മാനെയും കൊണ്ട് ആരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടിടണമെന്ന് പടച്ചോൻ പറഞ്ഞതാണ്. കേട്ടു ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അവിടെ കൊണ്ടിട്ട് പോന്നോടുന്ന്. എന്നിട്ടോ പിന്നെ ആ കുട്ടിക്ക് ഒരു പ്രായമായപ്പോഴും, ഒരു കളിച്ചു ചാടി ഓടി നടക്കുന്ന പ്രായമായപ്പം അതിനെ അറുക്കണം എന്ന് പറഞ്ഞു. അതിനെ അറുക്കാൻ ഇബ്രാഹിം നബി തയ്യാറായി. ഇത്രത്തോളം പരീക്ഷിക്കപ്പെട്ട ഇബ്രാഹിം നബി അല്ലാഹു എന്ത് കൽപ്പിച്ചോ അതെല്ലാം അനുസരിക്കാൻ, അതിനെന്തൊക്കെ നഷ്ടം, വാപ്പ നഷ്ടപ്പെട്ടാലും മകൻ നഷ്ടപ്പെട്ടാലും ഭാര്യ നഷ്ടപ്പെട്ടാലും അതിനെല്ലാം തയ്യാറായ നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് നിങ്ങൾ എന്ന് പടച്ചോൻ പറഞ്ഞത്. മില്ലത്ത അബീക്കും ഇബ്രാഹിം. അതുകൊണ്ട് ഇത് വല്ലാത്ത ഉത്തരവാദിത്തമാണ്, ഇത് ഒരു അലങ്കാരമല്ല സഹോദരങ്ങളെ. ഈ മുസ്ലിം എന്ന് അടുത്ത വാക്കെന്താ? അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേരിട്ടു എന്നാണ്. ഇവിടുത്തെ നരേന്ദ്ര കമ്മീഷൻ നമുക്കിട്ട പേരല്ല മുസ്ലിം എന്നത്. മുസ്ലിം എന്ന പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പേരാണ് മുസ്ലിം എന്നത്. ഇവിടെ ആരെങ്കിലും റിസർച്ച് നടത്തിയിട്ടോ അല്ലെങ്കിൽ പേരിടാൻ വേണ്ടിയിട്ട പേരല്ല മുസ്ലിം. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിനും റസൂലിനോടുമാണ് നമുക്ക് കടപ്പാടുള്ളത്. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരണയുള്ളവനാണ്. ആരോട്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട്, എനിക്ക് ജീവൻ നൽകിയവനോട്, എനിക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ സകല സംവിധാനങ്ങളും ചെയ്യുന്നവനോട്, എന്നെ മരിപ്പിക്കുന്നവനോട്, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനോട്, എന്നെ വിചാരണ ചെയ്യുന്നവനോടാണ് എനിക്ക് അനുസരണയുള്ളത്. ആ അനുസരണയുള്ളവനാണ് മുസ്ലിം. അല്ലാഹുവിനോടും റസൂലിനോടും അനുസരണയുള്ളവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാല് ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകി. മിൻ ഖബ്ലു വഫീ ഹാദാ. മുമ്പത്തെ പ്രവാചകന്മാരുടെ മതത്തിലും ഇതിലും നിങ്ങൾക്ക് പേര് തന്നെയാണ് മുസ്ലിം എന്നാണ്. ഉണ്ടോ? ലിയകൂനർ റസൂലു ഷഹീദൻ അലൈക്കും. വല്ലാത്തൊരു വാക്കാണ് അതൊക്കെ. ഷഹീദൻ അലൈക്കും. ആ പ്രവാചകൻ നിങ്ങൾക്ക് മേൽ സാക്ഷിയാകാൻ വേണ്ടി. 23 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിടയിൽ ജീവിച്ചത്. വളരെ ചെറിയൊരു കാലഘട്ടം. ഖുർആനിൽ നബി ചോദിക്കുന്നുണ്ട് മുശ്രിക്കീങ്ങളോട്, ഞാൻ വലിയൊരു നീണ്ട കാലം നിങ്ങൾക്കിടയിൽ ജീവിച്ചില്ലേ എന്നാണ്, അല്ലേ? 40 വർഷം, 63 വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യന്റെ 40 വയസ്സ് പറഞ്ഞ ചില്ലറ കാലഘട്ടമല്ല. 63 വയസ്സ് വരെ ജീവിച്ച ഒരാളുടെ 40 വയസ്സ് പറഞ്ഞ 40 നീണ്ട കൊല്ലാണ്. അത് മക്കക്കാർക്കിടയിൽ അവിടെ ജനിച്ച് അവിടുത്തെ ഒരാളായി ജീവിച്ച വ്യക്തിയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുറത്തുനിന്ന് കുടിയേറി വന്നവനല്ല, അല്ലേ? അവിടുന്ന് എന്തോ കലാപം ഉണ്ടായപ്പോ അവിടുന്ന് കേട്ട് കുടിയേറി വന്നവനല്ല നബി. അവർക്കറിയാം അവരിൽ ഒരുവനായി ജനിച്ച് അവരിൽ ഒരുവനായി ജീവിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബി. നബി ചോദിക്കേണ്ടവരോട്, ഒരു വലിയ കാലഘട്ടം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചില്ലേ എന്നാണ്. 40ാമത്തെ വയസ്സിലാണ് വഹി കിട്ടുന്നത്. വെറും 23 വർഷമാണ് വഹി കൊണ്ട് ജീവിച്ചത്, പ്രവാചകനായി ജീവിച്ചത്. വലിയ മാറ്റം ഉണ്ടാക്കി, അല്ലെ? നിങ്ങൾ ആലോചിക്ക്, ഞാനിപ്പോ ഈ നിൽക്കുന്ന ഇവിടെ പല ആളുകളും ഇവിടെ താടി വെച്ച് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് ഞാനിവിടെ ഈ പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെ? ഇവിടെ ബാങ്ക് വിളിച്ചു, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ബാങ്ക് വിളിച്ചു. എത്ര ആളുകൾ, അല്ലെ? ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഖദീജ ബിയൊക്കെ ആദ്യമായി മുസ്ലിമായത്. പിന്നെ അലി റളിയല്ലാഹു അൻഹു മുസ്ലിമായി, അല്ലേ? ഒരു 4-5 ആൾക്കാരാണ്. ആദ്യത്തെ ഒരു ദിവസം ഒരു 3-4 ദിവസം നമ്മൾ എടുത്താൽ വെറും 4-5 ആൾക്കാരാണ് മുസ്ലിമായത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊന്നും വെറുതെ കഥല്ല. 1440 വർഷം ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ 200 കോടിയിലേക്ക് അടുക്കാൻ പോവുകയാണ് മുസ്ലിം ജനസംഖ്യ. ഒരാളിൽ നിന്ന് തുടങ്ങിയ ഈ മാറ്റം, ആ 4 ആളിൽ നിന്ന് തുടങ്ങിയ ഈ മാറ്റം 200 കോടിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ
മാറ്റമുണ്ടാക്കിയത് ആരാണ്? അല്ലേ? എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ജീവിതം, ഇത് രണ്ടും മാറ്റി നിർത്താൻ സാധ്യമല്ല. അല്ലേ? ഒരു വെളിച്ചം, ഈ വെളിച്ചം എവിടുന്നാ വരുന്നത്? അത് ഈ ബൾബിൽ നിന്നാണ്. അല്ലേ? ഒരു ടോർച്ച് അടിക്കുമ്പോൾ ആ ടോർച്ചിലെ വെളിച്ചം വരുന്നത് ആ ടോർച്ചിൽ നിന്നാണ്. അതുകൊണ്ട് ആ ടോർച്ചിനെ മാറ്റി നിർത്താൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ എന്ന വെളിച്ചം ആകാശലോകത്ത് നിന്ന് വഹിയായിട്ട് പ്രവാചകന്റെ ജീവിതത്തിലൂടെയാണ് ആ സഹാബത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ ജീവിതം മാറ്റി നിർത്താൻ, അങ്ങനെ മാറ്റി നിർത്തി ഖുർആൻ പഠിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഖുർആനിന്റെ ആയത്ത് ചെലുത്തിയ സ്വാധീനം. അല്ലേ? ദുഃഖത്തിന്റെ വർഷം, ചരിത്രം പഠിച്ച ആളുകൾ നബിയുടെ സീറ വായിച്ചവർക്കൊക്കെ അറിയാം. അല്ലേ? ദുഃഖവർഷം എന്നൊരു വർഷമുണ്ട് നബിന്റെ ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടായ വർഷം. അല്ലേ? ഖദീജ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ആയിഷ ബീവി, നബി നിങ്ങൾക്ക് ഏറ്റവും ദുഃഖം ഉണ്ടായത്, ജീവിതത്തിൽ ഏറ്റവും സങ്കടമുണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആയിഷ ബീവി വിചാരിച്ചെന്തറിയോ? ഖദീജ മരിച്ചപ്പോഴായിരിക്കും എന്നാ വിചാരിച്ചത്. അന്നല്ല, അതിനേക്കാൾ സങ്കടമുണ്ടായത് തായിഫിൽ നിന്ന് ഏറ് കിട്ടിയപ്പോഴാണ്. തായിഫിൽ നിന്ന് ഏറ് കിട്ടിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ മൂന്ന് ചരിത്ര സംഭവങ്ങൾ കഴിഞ്ഞു പോയത് ഒരേ ഒരു വർഷത്തിലാണ്. അതിന് ദുഃഖവർഷം എന്നാണ് ചരിത്രത്തിൽ പറയാം. അതിലൊന്ന് ഖദീജ ബീവിയുടെ മരണമാണ്. എല്ലാ പ്രതിസന്ധികളിലും ഒപ്പമുണ്ടായിരുന്ന ഖദീജ 25-ാമത്തെ വയസ്സിലാണ് നബി കല്യാണം കഴിക്കുന്നത്. 40 വയസ്സിലാണ് വഹ്യ് കിട്ടുന്നത്. അല്ലേ? 40 വയസ്സിലാണ് വഹ്യ് കിട്ടുന്നത്. ആ വഹ്യ് കിട്ടുമ്പോൾ നബി പേടിച്ച് പഞ്ചക്കാണ്. ഒരു കള്ളപ്രവാചകനാണെങ്കിൽ വഹി കിട്ടിയ നേരെ അങ്ങാടിയിൽ വന്ന് ചെണ്ട കൊട്ടി അനൗൺസ് ചെയ്യാ ഞാൻ നബി ആയിക്കണെന്ന്. നേരെ വീട്ടിൽ പോയിട്ട് പഞ്ചടന്നൊക്കെയാണ് പേടിച്ചിട്ട്. എന്താ സംഭവിച്ചത് മനസ്സിലായിട്ടില്ല. ഒരാള് വന്ന് അണഞ്ഞൂട്ടി പിടിച്ചിട്ട് ഇക്ര എന്ന് പറഞ്ഞു. നബിന്റെ വാരിയെല്ലാം ചെസ്റ്റൊക്കെ വേദനിച്ചു. അമ്മരുത്തെ പുടുത്ത പിടിച്ചു. നബി പോയിട്ട് പഞ്ച് ബറച്ചെടുക്കാൻ നമ്മളോട് പേടിച്ച് കിടക്കാൻ. പേടിച്ച് പഞ്ചറിയില്ലേ? പേടിച്ച് പഞ്ചെടുക്കണ നബിനെ വറക്കത്ത് ബിൻ നൗഫലിന്റെ പെരീക്ക് ഖദീജ ബീവി കൊണ്ടുപോകണം. അവിടുന്ന് വറക്കത്ത് ബിൻ നൗഫലാണ് പറയണത്. എന്ത്, ആരാ വന്നത്, എന്താ ഉണ്ടായത് എന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവസാനം വറക്കത്ത് ബിൻ നൗഫൽ നബിനോട് പറയണത്, ഇത് നിങ്ങളിപ്പോ പറഞ്ഞത് കേട്ടിട്ട് ബൈബിളിലും പഴയ നിയമത്തിലും മൂസാന്റെ അടുത്ത് വന്ന അതേ ഗബ്രിയേൽ മാലാഖയാണ് ഈ ഗുഹയിൽ വന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ പ്രവാചകനാകാം, നിങ്ങൾ നബിയാണെന്നാ പറഞ്ഞത്. നിങ്ങൾ നബിയാണെന്നാ പറഞ്ഞത്. അപ്പോഴൊന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുതപ്പിന്റെ ഉള്ളിൽ തലയും താത്തി പേടിച്ച് കുത്തിരിക്കുകയാണ് നബിയാണെന്ന് പറഞ്ഞപ്പോഴും. പക്ഷെ എപ്പോഴാ തല പൊക്കുന്ന നിങ്ങള്? വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞാല് ഈ ജനത നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും മക്കയിൽ നിന്ന്. അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പം അപ്പോഴാണ് നബി തല പൊന്തിച്ചു നോക്കുന്നത്. എന്തിനറിയങ്ങള്? മക്കക്കാര് പുറത്താക്കും എന്ന് പറഞ്ഞപ്പം. കാരണം ആ പറയുന്ന സന്ദർഭത്തിൽ ഒരിക്കലും സാധ്യമല്ലത്. കാരണം നബി അവരുടെ കണ്ണിലുണ്ണിയാണ്, അല്ലമീനാണ്. മക്കക്കാർക്ക് നബിനെ ഇഷ്ടമാണ്. ആ സമയത്താണ് വറക്കത്ത് ബിൻ നൗഫൽ എന്ത് പറയുന്നത്? ഈ നാട്ടുകാരെന്നെ കുറച്ച് കഴിഞ്ഞാൽ പുറത്താക്കും എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്താക്കപ്പെടുകയാണ് മക്കയിൽ നിന്ന്. അല്ലേ? പിന്നെ അബൂ ത്വാലിബ് മരിക്കണ്. ആ വർഷം ഖദീജ ബീവി മരിക്കണ അതേ കൊല്ലാണ് അബൂ ത്വാലിബ് മരിക്കണത്. അബൂ ത്വാലിബ് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കണീന്റെ മുമ്പ് വാപ്പ മരിച്ചു. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. ആരാണ് സംരക്ഷിക്കുന്നത്? പിതാമഹനായ വല്യാപ്പയായ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് 8-ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്. ആലോചിച്ച് നോക്കി. മാപ്പിയില്ലാത്ത അമ്മിയില്ലാത്തൊരു കുട്ടിനെ വല്യാപ്പ കൊണ്ടിറക്കാണ്. 8-ാമത്തെ വയസ്സിൽ വല്യാപ്പ മരിക്കാൻ കിടക്കാണ്. അപ്പൊ വല്യാപ്പ എന്താണ്, ഒരു മകനെ വിളിച്ചിട്ട് പറയണ, കുറെ മക്കളുണ്ട് അബ്ദുൽ മുത്തലിബിന്, കുറെ മക്കളുണ്ട്. പക്ഷേ അബൂ ത്വാലിബിനെ വിളിച്ചിട്ട് നബി പറയാണ്, അല്ല അബ്ദുൽ മുത്തലിബ് പറയാണ്, നോക്കാ അബ്ദുള്ളന്റെ മകനുണ്ട് മുഹമ്മദ്, ഓൻ ആരുമില്ല, ഓൻ ഇജ്ജ് നോക്കണം എന്നാ പറഞ്ഞത്. അബൂ ത്വാലിബിനെ ഏൽപ്പിക്കണം 8-ാമത്തെ വയസ്സിൽ. ആ 8-ാമത്തെ വയസ്സിൽ നബിനെ ഏറ്റെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50-ാമത്തെ വയസ്സിൽ നീണ്ട 42 വർഷമാണ് അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്. അല്ലേ? ആര് തല്ലിന്ന് പറഞ്ഞപ്പോൾ ചോദിക്കാൻ പോയത് അബൂ ത്വാലിബാണ്. ആ അബൂ ത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് സാധിച്ചിട്ടില്ല. അല്ലേ? എന്താണ്, മൂത്താപ്പ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഞാൻ പടച്ചോനോട് വാദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അബൂജഹലിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കും, മൂത്തുബന്റെ മുഖത്ത് ഇങ്ങനെ നോക്കും, പിന്നെ നബിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് അവസാനം ഫീമിലെത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടാണ് അബൂ ത്വാലിബ് മരിച്ചുപോയത്. എന്നിട്ട് നബിക്ക് സങ്കടായി. പക്ഷെ അള്ളാഹു ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം വഹ്യ്
കിട്ടിക്കൊണ്ട് പ്രവാചകനായിട്ട് 40 വർഷം വഹയില്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരനായി ജീവിച്ചത്. 40ാമത്തെ വയസ്സിൽ വഹി വന്ന് പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട് ആ മക്കക്കാർക്കിടയിൽ ജീവിക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുമ്പം അത് വഹിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കറിയാം. അത് വലിയൊരു കാലഘട്ടം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചില്ല എന്ന് ചോദിക്കുമ്പം ആ നബി ആരാണെന്ന്, മൂപ്പര് എവിടെയായിരുന്നെന്നും, മൂപ്പര് എവിടെയെങ്കിലും പോയിട്ട് ഗ്രീസിലോ റോമിലോ ഒക്കെ പോയിട്ട് എന്തെങ്കിലും പഠിച്ചു വന്ന ആളല്ല. മൂപ്പര് എവിടെയെങ്കിലും ആരുടെയെങ്കിലും കീഴിൽ വിദ്യ അഭ്യസിച്ച ആളല്ല. ഏതെങ്കിലും കിതാബ് ഓതിയോ ഗ്രന്ഥരചന നടത്തിയോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹിത്യകാരനല്ല, ഒരു കവിയല്ല, ഒരു സാധാ അറബിയാണ്. അവർക്കിടയിൽ ജീവിച്ച അവരെ പോലൊരു മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് ആ നബിയുടെ വായിലൂടെ ഖുർആൻ അവതരിക്കുമ്പം അവർക്കത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം നബി പഠിച്ചിട്ടില്ല. പഠിക്കാത്ത നബി പിന്നെ എങ്ങനെ പറയാം? അതുകൊണ്ടാണ് നബി ഭ്രാന്തനാണെന്ന് പറഞ്ഞത്. സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മജ്നൂനാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഒരാളടുത്ത് നിന്ന് പോയിട്ട് പഠിച്ച ആളാണെന്ന് അവരാരോപിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പഠിച്ച് അതൊരറിവുള്ള ഒരാൾ, എഴുത്തുമാനെ അറിയുന്ന ആളാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. കാരണം അത് അവർക്കറിയാം. അവരുടെ ഇടയിൽ ഉള്ള നിരക്ഷരനായ ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആലോചിക്കി 23 വർഷം പ്രവാചകനായി ജീവിച്ചു അല്ലേ? ആ പ്രവാചക ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ ഈ നീണ്ട 42 വർഷം നബിയെ സംരക്ഷിച്ച അബൂ ത്വാലിബ് കാഫിറായിട്ട് മരിക്കണം, മുശ്രിക്കായിട്ട് മരിക്കണം. നിങ്ങൾ ആലോചിക്കി, 42 വർഷം നബിയെ സംരക്ഷിച്ച ആ നബിക്ക് എത്ര സ്നേഹം ഉണ്ടാകും പ്രതിസന്ധികളിൽ അല്ലെ? എന്തുകൊണ്ടാണ് അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചത്? പട്ടിണി. സത്യത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടത്തില്, മക്കളുടെ കൂട്ടത്തില് ദരിദ്രനായിരുന്നു അബൂ ത്വാലിബ്. ദരിദ്രനായിരുന്ന ദരിദ്രനായ അബൂ ത്വാലിബിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ആരേൽപ്പിക്കുന്നത്? അബ്ദുൽ മുത്തലിബ് ബാപ്പ വല്യാപ്പ ഏൽപ്പിക്കുന്നത്. കാരണം വേറെ മക്കളുണ്ടായിരുന്നു, വേറെ എളാപ്പി മൂത്താപ്പാൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല പൈസക്കാരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നു. ഓലൊന്നും ഏൽപ്പിച്ചില്ല. കാരണം എന്താണ്? അബ്ദുള്ളന്റെയും അബൂ ത്വാലിബിന്റെയും ബാപ്പി ഉമ്മി ഒന്നാണ് അല്ലേ? ഒരാൾക്ക് കുറെ ഭാര്യമാരുണ്ടാവുമ്പോൾ ഉമ്മത്ത മക്കൾ എന്ന് പറയും. അതായത് ഒരു ഉമ്മാക്കുണ്ടായ കുട്ടികൾ, ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടായ കുട്ടികളാണ് അബ്ദുള്ളയും അബൂ ത്വാലിബും. അതുകൊണ്ട് അബ്ദുള്ള മരിച്ചപ്പോൾ അബ്ദുള്ളന്റെ മകന്റെ സംരക്ഷണം ആ അമ്മാന്റെ മകനായ അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചു. ആ സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ദരിദ്രനായിട്ടും അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചത്. ആ അബൂ ത്വാലിബ് 42 കൊല്ലം നബിയെ സംരക്ഷിച്ചു അല്ലേ? എന്നിട്ട് കാഫിറായിട്ട് മുശ്രിക്കായിട്ട് മരിക്കാണ്. നബി കിണഞ്ഞു നോക്കി, പക്ഷെ പറ്റിയില്ല. നബിക്ക് സങ്കടായി. ആയത്തിറങ്ങി, പടച്ചോ സമാധാനിപ്പിച്ചു. ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ മുസ്ലിമാക്കാൻ താങ്കൾക്ക് കഴിയില്ല എന്നാണ്. കാരണം അള്ളാഹു ആണ്, അള്ളാഹു ഉദ്ദേശിച്ചോലെ ഹിദായത്ത് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളെ പണിയല്ല എന്നാണ്, നിങ്ങൾക്ക് കഴിയില്ല എന്നാണ്. അത് നബിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയ സന്ദർഭമാണ് അല്ലേ? ഖദീജ ബീവി മരിക്കുന്നത്, അതേപോലെ അബൂ ത്വാലിബ് ഒരേ കൊല്ലത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രക്ഷയില്ലാതായപ്പം തായിഫിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഉമ്മാന്റെ കൂട്ടക്കാരുണ്ട് തായിഫില്. അങ്ങോട്ട് കത്തെഴുതി അവിടുത്തെ ആൾക്കാരെ കാര്യങ്ങൾ അറിയിച്ചു. ഒരു സഹായിക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ സഹായിക്കാന്ന് പറഞ്ഞപ്പോത്തിന് ഇവിടുന്ന് ഹുത്തുബത്തും ഷെയ്ബത്തും ഒക്കെ അങ്ങോട്ട് സംഘടിച്ച് പോയിട്ട് ആ സഹായിക്കാന്ന് പറഞ്ഞ ആൾക്കാരെ പിന്തിരിപ്പിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പം സഹായം കിട്ടൂല എന്നുള്ള അവസ്ഥയായി. ഓരോ വീട്ടിലും കയറി ഇറങ്ങിയതാണ്. അവസാനം തെരുവിലിരുന്ന കുട്ടികൾ കല്ലെറിഞ്ഞു, മുറിവേറ്റ് ചോരൊലിച്ചു എന്നാണ്. ഇതൊക്കെ നബിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയ സന്ദർഭങ്ങളിലാണ്. അപ്പോഴാണ് എന്ത് ചെയ്തത്? സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും മാനസിക പ്രതിസന്ധി അനുഭവിച്ച, താങ്ങും തണലായി നിന്നിരുന്ന ഖദീജ ബീവി മരണപ്പെട്ടു, അബൂ ത്വാലിബ് മരണപ്പെട്ടു, മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി, ബഹിഷ്കരിക്കപ്പെട്ടു. ആ മലഞ്ചെരിവിൽ 3 കൊല്ലം താമസിക്കേണ്ടി വന്നു. തായിഫിൽ പോയി നോക്കി, അഭയം കിട്ടിയില്ല. അങ്ങനെ എടങ്ങേറായി നിൽക്കുമ്പോഴാണ് സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത്. സൂറത്ത് യൂസുഫ് ഇറങ്ങണേ. നിങ്ങൾ ആലോചിച്ച്, ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കാണ് നബിക്ക്. ഒരു പ്രവാചകന്റെ കഥ. ഇത് ഇവിടെ നാട്ടുകാരാണ് പുറത്താക്കണത്, കുടുംബക്കാരാണ് ഉപദ്രവിക്കുന്നത്, കുടുംബക്കാരാണ് തെറി വിളിക്കുന്നത്, നാട്ടുകാരാണ് തെറി വിളിക്കുന്നത്. പക്ഷേ സൂറത്ത് യൂസുഫില് യൂസുഫ് നബിയെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണ്? സഹോദരങ്ങളാണ്. രക്തത്തിൽ പിറന്ന സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകന്റെ കഥ നബിക്ക് പറഞ്ഞു കൊടുക്കാണ്. അതുകൊണ്ട് ഇതൊന്നും ബേജാറാകേണ്ട പ്രവാചകരെ. നിങ്ങൾക്ക് മുമ്പും പ്രവാചകന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? കൊല ചെയ്യാൻ ശ്രമിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതാര്? നാട്ടുകാരല്ല, സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ടോ ആ ഇവിടുന്ന് മദീനയിലേക്കാണ് പോകേണ്ടി വരുന്നത് അല്ലെ? മദീനയിലേക്കാണ് നാട് കടത്തപ്പെടുന്നത്. പക്ഷെ യൂസുഫ് നബിയെ കിണറ്റിൽ നിന്ന് അടിമച്ചന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അടിമച്ചന്തയിൽ വിൽക്കാനാ കൊണ്ടുപോകുന്നത്.
ആരെ? ഒരു ചെറിയ കുട്ടിനെ ഏട്ടന്മാര് കൂടിയിട്ട് കിണറ്റി കൊണ്ടിട്ടൊക്കെയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. അവിടുന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി അടിമച്ചന്തയിൽ എത്തിച്ചേക്കാണ്. അവിടുന്ന് സഹോദരങ്ങളെ ഒരു കൊട്ടാരത്തിലെത്തിയാണ് അല്ലേ. എന്നിട്ടോ അവിടുന്ന് നല്ല വളർച്ചയും പാകമായപ്പോൾ വ്യഭിചാരം ആരോപിക്കപ്പെട്ട് ജയിലിലടക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഏറ്റവും വെറുക്കുന്ന, നിങ്ങൾ ലഹരിക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണ്, നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് ലഹരി. എന്നിട്ട് നിങ്ങളെ കള്ളക്കേസിൽ MDM ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുടുക്കി ജയിലിലിട്ട നിങ്ങളെ അവസ്ഥ എന്തേക്കാരം? അങ്ങനെ നാട്ടിൽ വാട്സപ്പിലൊക്കെ അങ്ങനെ പോവാ, എന്റെ കണ്ണിയൻ MDM ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. കണ്ണിയൻ MDM-നെതിരെ പ്രസംഗിക്കണ വയലൊരു ഭാഗത്ത്, കണ്ണിയനെ പോലീസ് പിടിച്ചോണ്ടോ ഒരു വീഡിയോ ഒരു ഭാഗത്ത്. എന്നിട്ട് ആൾക്കാർ ആഘോഷിക്കുമ്പോഴേ നിങ്ങൾ ആലോചിക്കുക, എന്തൊരു അപമാനാണത്. നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം നമുക്കെതിരെ ആരോപിക്കപ്പെട്ട് നമ്മൾ ജയിലിലടക്കുക, എന്നിട്ട് വർഷങ്ങളോളം ജയിലിൽ കിടക്കുക. നിങ്ങൾ ആലോചിക്കുക, ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം ഒരു 20-ാമത്തെ വയസ്സിൽ നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു 40, 38, 40 നിങ്ങളെ പുറത്തു വിട്ടാല് എന്താ ഇപ്പൊ അവസ്ഥ? ചെയ്യാത്ത കുറ്റത്തിന്, നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന കാര്യത്തിന്റെ പേരിൽ കള്ളത്തരം ആരോപിച്ചുകൊണ്ട് ജയിലിലടക്കപ്പെടുക. ഒരു പ്രവാചകന്റെ അവസ്ഥയാണിത്. ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഈജിപ്തിലെ മന്ത്രിയായി തിരിച്ചു വരികയാണ്. ഈജിപ്തിലെ മന്ത്രിയായിട്ട് കുറ്റം ചെയ്ത ആളുകള് സഹോദരങ്ങൾ കാൽക്കലേക്ക് കീഴിലേക്ക് അവരുടെ യൂസുഫ് നബിന്റെ കാൽക്കലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥ. എന്നിട്ട് പറഞ്ഞെന്താ? നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല എന്നാണ്. ഇന്ന് നിങ്ങളോട് എന്തില്ല? നിങ്ങൾക്ക് കുറ്റമില്ല എന്നാണ്, നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുന്നില്ല എന്നാണ്. അവസാനം യൂസുഫ് നബി അവരോട് പറഞ്ഞത് മാപ്പ് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങൾ അതേ നബിന്റെ ജീവിതം നോക്കി. യൂസുഫ് നബിക്ക് എന്തൊക്കെ സംഭവിച്ചോ അതന്നെയാണ് നബിക്ക് സംഭവിച്ചത് അല്ലേ. യൂസുഫ് നബിയെ സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുംബക്കാരും നാട്ടുകാരും കൊല്ലാൻ ശ്രമിച്ചു അല്ലേ. കൊല്ലാൻ ശ്രമിച്ചില്ലേ? ഊരി പിടിച്ച വാളുമായി മുഹമ്മദിന്റെ തലെടുക്കാൻ വേണ്ടി നടക്കുന്നു. ആ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ നബിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ആരാണ് പുറത്താക്കിയത്? ഖുറൈശി ഗോത്രാണ് പുറത്താക്കണത്, സ്വന്തം ഗോത്രാണ്. അതേപോലെ നോക്കി പുറത്താക്കപ്പെടുകയാണ് അല്ലേ. എന്നിട്ടോ വീണ്ടും തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക്, മക്കം ഫത്ഹിന്റെ അന്ന് വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ജനതയോട്, പുറത്താക്കിയ ജനതയോട് അല്ലേ, ആക്ഷേപിച്ച അല്ലേ, എല്ലാ തരത്തിലും കുറ്റപ്പെടുത്തിയ, കളവ് പ്രചരിപ്പിച്ച, അപഹസിച്ച, കളിയാക്കിയ, ഉപദ്രവിച്ച ആ ജനതക്ക് മാപ്പ് കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല എന്നാണ്, എല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നതാണ്. മക്കം ഫത്ഹിന്റെ അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഒരാൾക്ക് അങ്ങനെ മാപ്പ് കൊടുക്കാൻ പറ്റും സഹോദരങ്ങളെ? ആർക്കെങ്കിലും കഴിയോ? നിങ്ങളെ പുറത്താക്കി, നമ്മളെ നാട്ടിൽ നിന്നും നമ്മളെ വീട്ടിൽ നിന്നും നമ്മളെ പുറത്താക്കി, നമ്മളെ ഉപദ്രവിച്ചു. നമസ്കരിക്കുമ്പോൾ കൊടൽമാല, ഒട്ടകത്തിന്റെ കൊടൽമാല തലി കൊണ്ട് ഇടുക. ആലോചിച്ച് നോക്കി, അങ്ങനെ നമ്മൾ പോണ വഴിയിൽ മുള്ളിടുക, മലറിയ. നിങ്ങൾ നോക്കിയ അത്രയും നമ്മൾ ഉപദ്രവിച്ച് അവസാനം ഗതി കിട്ടാതെ നമ്മൾ മദീനയിലേക്ക് നാട് വിട്ടു പോയിട്ട് തിരിച്ച് നമ്മൾ അധികാരമായിട്ട്, മദീനയുടെ രാജാവായിട്ട്, മദീനയുടെ ഭരണാധികാരിയായിട്ട്, മുഴുവൻ സന്നാഹങ്ങളുമായിട്ട്, പറഞ്ഞാൽ അനുസരിക്കുന്ന വലിയ ഒരു ആൾക്കൂട്ടത്തായിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നത്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും അവിടെ തലെടുക്കാൻ പറഞ്ഞാൽ ആരെ തലയെടുക്കും? അത്രയും സെറ്റപ്പിലാണ് വരുന്നത്. പക്ഷേ മാപ്പ് കൊടുത്തു, എല്ലാവർക്കും മാപ്പ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. നബി മാപ്പ് കൊടുത്തവനായിരുന്നു. ആർക്കാണ് സഹോദരങ്ങളെ അങ്ങനെ അധികാരത്തിലിരിക്കുമ്പോൾ ആർക്കാണ് മാപ്പ് കൊടുക്കാൻ പറ്റുക? സർവ്വതും നശിപ്പിക്കാൻ, സർവ്വരെയും നശിപ്പിക്കാൻ, ഏതക്രമിയെയും കൊല്ലാൻ കഴിവുണ്ടായിരിക്കെ അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അത് വലിയൊരു ക്വാളിറ്റിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വഇന്നഹു ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തിയത്.